നരസിംഹാവതാരം. ഹിരണ്യകശിപുവിനെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടിയാണ് ഭഗവാൻ നാലാമത്തെ അവതാരമായ നരസിംഹാവതാരം എടുക്കേണ്ടി വന്നത്. ഹിരണ്യാക്ഷവധത്തിനു ശേഷം ഹിരണ്യകശിപു അത്യധികം ദുഃഖിതനായിരുന്നു. വിഷ്ണു ഭഗവാനെയും വിഷ്ണു ഭക്തന്മാരെയും എതിരിടാൻ സ്വന്തം ബലം കൊണ്ട് മാത്രം മതിയാവില്ലെന്ന് മനസ്സിലാക്കിയ അവൻ മന്ദര പർവ്വതത്തിൽ ചെന്നിരുന്ന് ബ്രഹ്മാവിനെ തപസ് ചെയ്യാൻ തുടങ്ങി. തപസ്സിനൊടുവിൽ ബ്രഹ്മദേവൻ പ്രത്യക്ഷപ്പെട്ട് അവൻ ആഗ്രഹിച്ച വരം തന്നെ അവന് നൽകി അനുഗ്രഹിച്ചു. അങ്ങയുടെ സൃഷ്ടികളിൽപ്പെട്ട ഒരു ജീവിയാലും എന്റെ മരണം സംഭവിക്കരുത്. ഒരായുധത്താലും എന്റെ മരണം സംഭവിക്കാൻ പാടില്ല. രാത്രിയോ പകലോ മരണം സംഭവിക്കരുത്. അകത്തോ പുറത്തോ വെച്ച് എന്റെ മരണം സംഭവിക്കരുത്. ഇതായിരുന്നു ഹിരണ്യകശിപു ബ്രഹ്മദേവനോട് ആവശ്യപ്പെട്ട വരം. വരം കൊടുത്ത ശേഷം ബ്രഹ്മാവ് അപ്രത്യക്ഷനായി. ബ്രഹ്മദേവൻ കൊടുത്ത വരത്തിന്മേൽ മനോബലം വർദ്ധിച്ച അവൻ 3 ലോകങ്ങളും ആക്രമിച്ച് കീഴടക്കി. സർവലോകത്തിനും നാഥൻ താനാണെന്നും എല്ലാവരും തന്നെ ആരാധിക്കണമെന്നും കൽപ്പിച്ചു. നാമങ്ങളും ജപവും പൂജയുമെല്ലാം തനിക്ക് വേണ്ടി ആവണമെന്നും ആരെങ്കിലും അതിന് എതിരുണ്ടെന്ന് കണ്ടാൽ അവരുടെ നാവരിഞ്ഞു കളയാനും മടിയില്ലാതെ മുനിവരന്മാരെയും സാധുജനങ്ങളെയും പീഡിപ്പിച്ചും അവൻ തന്റെ ദുഷ്ടത തുടർന്നു. ഇതേ സമയം ഹിരണ്യകശിപുവിന്റെ പുത്രന്മാരായ ഹ്ലാദൻ, അനുഹ്ലാദൻ, പ്രഹ്ലാദൻ, സംഹ്ലാദൻ എന്നിവർ ഭൃഗുസുതന്മാരുടെ അടുത്ത് വിദ്യാഭ്യാസം ചെയ്യുകയായിരുന്നു. ഒരു ദിവസം ഹിരണ്യകശിപു പ്രഹ്ലാദനെ അടുത്ത് വിളിച്ചു ചോദിച്ചു, നീ പഠിച്ചതിൽ ഏറ്റവും മികച്ചത് എന്താണ്? പിതാവേ, ജഗദ്ഗുരുവായ ശ്രീമൻ നാരായണനെ സേവിക്കുക എന്നതാണ് ലോകത്ത് ഏറ്റവും മഹത്തരമായത്. ഇത് കേട്ട ഹിരണ്യകശിപു അത്യധികം കോപത്തോടെ പ്രഹ്ലാദനെ പിടിച്ചു തള്ളി. നിലത്തു വീണ പ്രഹ്ലാദൻ അവിടെ നിന്ന് എണീറ്റ് കൂപ്പു കൈകളോടെ നാരായണ നാരായണ എന്ന നാമം ജപിച്ചുകൊണ്ട് നിന്നു. ഹിരണ്യകശിപു പ്രഹ്ലാദനോട് ചോദിച്ചു, എന്റെ ശത്രുവായ വിഷ്ണുവിനെയാണോ നീ ആരാധിക്കുന്നത്? അനന്തരം ഹിരണ്യകശിപു ഭൃഗസുതന്മാരെ വിളിച്ചു വരുത്തി കോപത്തോടെ ചോദിച്ചു, എന്റെ ശത്രുവായ വിഷ്ണുവിനെ ഭജിക്കാനാണോ എന്റെ മകനെ നിങ്ങൾ പഠിപ്പിച്ചത്? മഹാരാജാവേ, ഇതൊന്നും ഞങ്ങൾ പഠിപ്പിച്ചതല്ല. കുമാരന്റെ ബോധത്തിൽ ഉദിച്ച് എന്തൊക്കെയോ പറയുന്നതാണ്. ഞങ്ങൾ അതെല്ലാം കുമാരനെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാം എന്ന് പറഞ്ഞു ഭൃഗുസുതന്മാർ അവനെ ഗുരുകുലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പക്ഷേ അവർ പറഞ്ഞു കൊടുത്തതൊന്നും അവൻ ചെവിക്കൊണ്ടില്ല. അവന് ഭഗവാൻ നാരായണനോടുള്ള ഭക്തി അചഞ്ചലമായിരുന്നു. ഒരു ദിവസം അവനെയും കൂട്ടി ഭൃഗുസുതന്മാർ ഹിരണ്യകശിപുവിന്റെ അടുത്തെത്തി. ഹിരണ്യകശിപു വീണ്ടും അവനോട് ചോദിച്ചു, നീ പഠിച്ചതിൽ ഏറ്റവും മികച്ചത് എന്താണ്? പിതാവേ, നിത്യവും ശ്രവണം, കീർത്തനം, സ്മരണം എന്നിവയാൽ ഭഗവാൻ നാരായണനിൽ ഭക്തി ഉണ്ടാവുകയാണെങ്കിൽ മർത്യജന്മം സഫലമാകുന്നതാണ് എന്ന് ഭയലേശമന്യേ പ്രഹ്ലാദൻ മറുപടി പറഞ്ഞു. അനുസരണയില്ലാത്ത മകനെ കൊന്നുകളയണമെന്ന് ഹിരണ്യകശിപു തീർച്ചപ്പെടുത്തി. അതിനായി പ്രഹ്ലാദനെ വരിഞ്ഞുകെട്ടി മതയാനകളുടെ മുൻപിലേക്ക് ഇട്ടുകൊടുത്തു. ഭക്തിയോടെ നാരായണ നാമജപത്തോടെ പ്രഹ്ലാദൻ പാഞ്ഞു വരുന്ന മതയാനകൾക്ക് മുൻപിൽ നിന്നു. പെട്ടെന്ന് അവയുടെ ദന്തങ്ങൾ മുറിഞ്ഞു വീഴുകയും അവയെല്ലാം അവിടെ താഴ്ന്നു വീഴുകയും ചെയ്തു. അതുകണ്ട ഹിരണ്യകശിപു പ്രഹ്ലാദനെ ദംശിക്കുവാൻ അഷ്ടനാഗങ്ങളെ പറഞ്ഞയച്ചു. അവയും പല്ല് മുറിഞ്ഞു വീണ് അവശരായി തിരിച്ചു പോന്നു. പിന്നീട് പ്രഹ്ലാദനെ കയ്യും കാലും വരിഞ്ഞു കെട്ടി അഗ്നികുണ്ഡത്തിലിട്ടു. അതിൽ നിന്നും സുരക്ഷിതനായി പ്രഹ്ലാദൻ പുറത്തു വന്നു. പിന്നീട് നാഗപാശത്താൽ ബന്ധിച്ച് പ്രഹ്ലാദനെ സമുദ്രത്തിലിട്ടു. പാശം തൽക്ഷണം പൊട്ടിപ്പോവുകയും പ്രഹ്ലാദൻ സുരക്ഷിതമായി തിരിച്ചെത്തുകയും ചെയ്തു. പ്രഹ്ലാദനെ കൊല്ലുവാൻ വിവിധ മാർഗങ്ങൾ സ്വീകരിച്ച് പരാജയപ്പെട്ട ഹിരണ്യകശിപു കോപാക്രാന്തനായി പ്രഹ്ലാദനെ വിളിച്ചു വരുത്തി അലറി, ഇത്രയും ദുർബലനായ നീ എന്ത് ധൈര്യത്തിലാണ് എന്റെ ആജ്ഞ ലംഘിച്ച് വിഷ്ണുവിനെ സേവിക്കുന്നത്? ഇന്ന് ഞാൻ നിന്നെ കൊല്ലുവാൻ പോവുകയാണ്. നിന്റെ രക്ഷകനായ വിഷ്ണു നിന്നെ രക്ഷിക്കാൻ വരുമോ എന്ന് കാണട്ടെ. ഇത് കേട്ട പ്രഹ്ലാദൻ ഭക്തിപൂർവം ഇങ്ങനെ മൊഴിഞ്ഞു,
ഇന്നിങ്ങെനിക്കു തന്നെയൊരു ബന്ധുവല്ലിന്ദിര വല്ലഭനായ ജഗന്മയൻ. നാനാചരാചര ജാതികളുള്ളിലും നാനാവിധാത്മഭൂഖണ്ഡങ്ങൾ തന്നിലും ഭൂവാരിവായുഗ്നിഘാതികൾ തന്നിലും നീവാരരത്ന കനകാദികളിലും സ്ഥൂണ സുഷിര സ്വരൂപാദികളിലും ഘ്രാണരസസ്പർശനാദ്യങ്ങൾ തന്നിലും കാണായവറ്റിലും കേൾക്കായവറ്റിലും താനായി നിറഞ്ഞു മറഞ്ഞു നിൽക്കും പരൻ. ഭഗവാൻ നാനാചരാചരാദികൾക്കുള്ളിലും വസിക്കുന്നു. കാണുന്നതിലും കേൾക്കുന്നതിലും തൂണിലും തുരുമ്പിലും എല്ലാം ഭഗവാൻ നാരായണൻ നിറഞ്ഞു നിൽക്കുന്നു. അത് കേട്ട് അത്യധികം കോപാക്രാന്തനായി അടുത്തു കണ്ട ഒരു തൂണിൽ ആഞ്ഞുവെട്ടി, ഈ തൂണിൽ നിന്റെ വിഷ്ണു ഉണ്ടോ? വെട്ടേറ്റതോടെ തൂണിൽ നിന്നും 8 ദിക്കും മുഴങ്ങുമാറ് ചുറ്റി ഒരു ഗർജനത്തോടു കൂടി ഉഗ്രരൂപിയായ നരസിംഹമൂർത്തി അവതരിച്ചു. ഹിരണ്യകശിപു നരസിംഹമൂർത്തിയോട് എതിരിടാൻ ശ്രമിച്ചു. അതൊരു സന്ധ്യാവേള ആയിരുന്നു. രാത്രി പകലുമല്ലാത്ത സന്ധ്യാസമയം. ഹിരണ്യകശിപുവിനെ വാതിൽ കവാടത്തിൽ കൊണ്ടുപോയി മടിയിൽ കിടത്തി കൂർത്ത നഖങ്ങൾ കൊണ്ട് നരസിംഹമൂർത്തി അവന്റെ കുടൽമാല മാന്തിയെടുത്തു. അങ്ങനെ ബ്രഹ്മാവിന്റെ സൃഷ്ടിയല്ലാത്തതും രാത്രിയും പകലുമല്ലാത്ത സന്ധ്യാവേളയിൽ മൃഗവും മനുഷ്യനുമല്ലാത്തതുമായ നരസിംഹമൂർത്തി തന്റെ മടിയിൽ വെച്ച് ഹിരണ്യകശിപുവിനെ വധിച്ചു. അസുരവധം കഴിഞ്ഞിട്ടും കലിയടങ്ങാത്ത നരസിംഹമൂർത്തിയെ ശാന്തനാക്കുവാൻ മുനിമാർ പ്രഹ്ലാദനെ വിളിച്ചു. ഭഗവാനെ സ്തുതിക്കാൻ പറഞ്ഞു. ബ്രഹ്മാദികൾക്ക് പോലും അറിയാത്ത ഭഗവാന്റെ ഈ ദിവ്യ സ്വരൂപത്തെ പ്രഹ്ലാദൻ ഇങ്ങനെ സ്തുതിച്ചു തുടങ്ങി. ദൂർജടീം ലോകൈകനാഥം നരസിംഹമാർജവ വീര്യപരാക്രമവാരിധിം അഗ്നിനേത്രാലോകാ വ്യാപ്തജുഹാമുഖ അഗ്നിവിഭൂതി സ്വരൂപിണമവ്യയ അഷ്ടഭുജോഷ്മകാനന്ദ വിജൃംഭണം ദുഷ്ടനാശനഖദന്തം നമാമ്യഹം. പ്രഹ്ലാദന്റെ സ്തുതി കേട്ട നരസിംഹമൂർത്തി ശാന്തനാവുകയും കുമാരനെ വാത്സല്യത്തോടെ മടിയിലിരുത്തി അനുഗ്രഹിക്കുകയും ചെയ്തു. അനന്തരം നരസിംഹമൂർത്തി വിഷ്ണു ഭഗവാനിൽ വിലയം പ്രാപിച്ചു. ക്ഷേത്രങ്ങൾ, ക്ഷേത്രാചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, വിശ്വാസങ്ങൾ, ഐതിഹ്യങ്ങൾ എന്നിവയെപ്പറ്റി കൂടുതൽ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയതായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ ലഭിക്കുവാൻ ബെൽ ബട്ടൺ അമർത്തുക.